ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് മധുരൈ സുങ്കിടി കട്ടത്തിന്റെ സാരീസുമായിട്ടാണ് കേട്ടോ. പുതിയ കുറെ കളേഴ്സും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾഡ് കളേഴ്സ് റീസ്റ്റോക്കും വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കളർ എവർ നമുക്ക് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു കളറാണ്. മസ്റ്റർഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത്. ഇതിൽ ആ ഒരു മയൂരി ആ ഒരു ബോർഡർ തന്നെയാണ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആയിട്ടും ചെക്സ് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. ഇതേപോലെയാണ് കേട്ടോ പല്ലു വരുന്നത്. ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് പല്ലു വരുന്നത്. സെറി ലൈൻസ് വരുന്നുണ്ട്. യൂഷ്വലി ബ്ലൗസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരാറ്. ഇതിൽ നമുക്ക് ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബ്ലാക്ക് തന്നെയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത്. പ്രൈസ് ചേഞ്ച് ഇല്ല, 1450 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് കോംബോ വരുന്നത് ഇതേപോലെ ഒരു റെഡ് വിത്ത് ടീൽ ബ്ലൂ ആണ് കേട്ടോ. നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇത് പ്യുവർ കോട്ടണിലാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ടൈം ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്യുവർ കോട്ടണിലാണ് വരുന്നത്. മധുരൈ സുങ്കിടി കട്ടൻ വെറൈറ്റിയിൽ വരുന്ന സാരിയാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്തോ ചെയ്യാതെയോ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് സ്റ്റാർച്ച് ചെയ്ത പോലെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് സ്റ്റിഫായി നിൽക്കുന്നത്. ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ നല്ല ഫ്ലോയി ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന പോലെ വരും. ഇതേപോലെ കോൺട്രാസ്റ്റിലാണ് പല്ലു വന്നിട്ടുള്ളത്. അതുപോലെ കോൺട്രാസ്റ്റിൽ തന്നെയുള്ള ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. 1450 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഇതേപോലെ നേവി ബ്ലൂവും ഐസ് ബ്ലൂവും കൂടെ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതില് ബോർഡർ ഡിസൈനിന് വന്നിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ടൊരു മാനിന്റെ ഡിസൈൻ ആണ് കേട്ടോ ബോർഡർ വന്നിട്ടുള്ളത്. ഈ സെറി ഒരിക്കലും കഴുകി കഴിഞ്ഞാൽ ചുരുങ്ങി പോവുക അങ്ങനെയൊന്നും ഉള്ളതല്ല. നല്ല ക്വാളിറ്റി സെറിയാണ്. എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സ്റ്റാർച്ച് ചെയ്ത് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. ഇതൊരു നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഇതിന് പല്ലു ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്ത പോലെയാട്ടോ വന്നിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം. 1450 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. പാരറ്റ് ഗ്രീനും അതുപോലെ തന്നെ വയലറ്റും കൂടെ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ബോഡിയിൽ ത്രൂ ഔട്ട് ബോഡി ആ ഒരു സെറി ചെക്സ് വരുന്നുണ്ട്. ഇതിനും ആ ഒരു മാനിന്റെ ബോർഡർ ആണ്, സെറി ബോർഡർ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു ബ്രൈറ്റ് കോമ്പിനേഷൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കളറാണ്. ഇതിലും വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കോൺട്രാസ്റ്റ് ആ ഒരു വയലറ്റിൽ തന്നെയാണ് വിത്ത് ബ്ലൗസ് വന്നിട്ടുള്ളത്. പിന്നെ ലൈറ്റർ ഷെയ്ഡ്സിൽ ചെറിയ എന്തെങ്കിലും മാർക്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നാച്ചുറൽ ഡൈസ് യൂസ് ചെയ്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ്. അത് നമ്മുടെ ഫസ്റ്റ് വാഷിൽ ആ ഒരു സ്റ്റാർച്ചിൽ നിന്ന് വരുന്ന സാധനമാണ് കേട്ടോ. അത് ആ ഒരു ഫസ്റ്റ് വാഷിൽ അത് പോവും. അത് ഒരിക്കലും ഡാമേജ് അല്ല. അത് ഡാമേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതേപോലെയാണ് വരുന്നത്. സെയിം പ്രൈസ് തന്നെ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതേപോലെ പേർപ്പിൾ വിത്ത് ചില്ലി റെഡ് ആണ് കേട്ടോ. ഒരു ഓറഞ്ചിഷ് ഒരു റെഡ് ആണ് വരുന്നത്. ഇതേപോലെയാണ് കോമ്പിനേഷൻ. ഇതിൽ ആ ഒരു ബോർഡർ വരുന്നത് ആ ഒരു മയൂരി ആ ഒരു ബോർഡർ തന്നെയാണ്. പല്ലു ഇതേപോലെയാട്ടോ വന്നിട്ടുള്ളത്. വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചില്ലി റെഡ് തന്നെയാണ് വിത്ത് ബ്ലൗസ് വരുന്നത്. 1450 രൂപയാണ് പ്രൈസ്. ഓഫ് വൈറ്റും കോപ്പർ സൾഫേറ്റ് ബ്ലൂവും കൂടെ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതൊരു റീസ്റ്റോക്ക് ആയിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആട്ടോ വരുന്നത്. ഇതിലേക്ക് ആ ഒരു പീകോക്കിന്റെ മോട്ടിഫ് തന്നെയാണ് വന്നിട്ടുള്ളത്. സെറി ചെക്സ് ആണ്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ഇത് നമുക്കൊരു ഓണം കളക്ഷനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ളതാട്ടോ. നമുക്കിതിനെ ചുരിദാറൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത് ക്രോപ്പ് ടോപ്പും ഇത് സ്കേർട്ട് സാരി ആയിട്ട് തന്നെ യൂസ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് വെയർ ഒക്കെ കഴിഞ്ഞാൽ നമുക്കത് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. 1450 രൂപ തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വരുന്നത്. ഇതൊരു ക്രീം വിത്ത് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ലാസ്റ്റ് ടൈം വന്നപ്പം ഒരുപാട് പീസ് അതേപോലെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയ ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇതിലും ആ ഒരു പീകോക്കിന്റെ തന്നെ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ബോഡി ത്രൂ ഔട്ട് ആ ഒരു ചെക്സ് വരുന്നുണ്ട്. ഇതേപോലെയാണ് പല്ലു വന്നിട്ടുള്ളത്. വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. ചിലതിൽ സെപ്പറേറ്റ് ആയിട്ടും ചിലതിൽ അറ്റാച്ച് ചെയ്തിട്ടുമാണ് വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. 1450 രൂപ തന്നെയാണ് പ്രൈസ്. പിങ്ക് വിത്ത് ഗ്രീൻ ഒരു കോമ്പിനേഷനിലാട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും ആ ഒരു മോട്ടിഫ് തന്നെ പീകോക്ക് മോട്ടിഫ് തന്നെയാണ് വന്നിട്ടുള്ളത്. പീകോക്ക് മോട്ടിഫിലായാലും വലിയ പീകോക്കും ചെറിയ പീകോക്കും ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മോട്ടിഫ്സും വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കോൺട്രാസ്റ്റിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത്. 1450 രൂപ തന്നെയാണ് പ്രൈസ്. ഗ്രീൻ വിത്ത് ഐസ് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡാമേജ് അല്ല എന്ന് പറഞ്ഞത് ഇതാട്ടോ. ഇതേപോലെയുള്ള പാടുകൾ അവർ ഉണക്കാനൊക്കെ വെക്കുമ്പം സ്റ്റാർച്ചിൽ നിന്നും ഒക്കെ വരുന്നതാണ്. അവർ ഈ ഓപ്പൺ ഫീൽഡിലാണ് ഇത് ഈ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വരുന്നതാണ്. ഇത് ഒരിക്കലും ഡാമേജ് അല്ല. ഫസ്റ്റ് വാഷ് ഒക്കെ കഴിയുമ്പോൾ അത് തനിയെ പൊക്കോളൂ കേട്ടോ. ഇതേപോലെയാണ് അതിന്റെ പല്ലു വരുന്നത്. ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. 1450 തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വരുന്നത്.
ബ്ലാക്ക് വിത്ത് റെഡ് എപ്പോഴും ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ. ഇത് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഒരു റെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. മെറൂണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റെഡ് ആണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ പീകോക്ക് തന്നെയാണ് ഡിസൈൻ വരുന്നത്. കുറച്ചൊരു വലിയ പീകോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതേപോലെ ബോഡി ത്രൂ ഔട്ട് ആ ഒരു ചെക്സ് വരുന്നുണ്ട്. പല്ലുവിലേക്ക് ആ ഒരു റെഡ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. 1450 തന്നെയാണ് പ്രൈസ് വരുന്നത്. ക്രീം വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്ന കോമ്പിനേഷൻ. ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് അതിൻ്റെ ഒരു ബോർഡർ ഡിസൈൻ വന്നിട്ടുള്ളത്. ജറി ബോർഡർ തന്നെയാണ് കേട്ടോ. ഇതേപോലെ പല്ലുവിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരിക്കലും ഡാമേജ് അല്ല. ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം പോകുന്നതാണ്. ഇത് ഡാമേജ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. ഇതേപോലെയാണ് ബ്ലൗസ്. ഇതിൽ വിത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് ആണ് വന്നിട്ടുള്ളത്. 1450 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. ഇതും ഇന്നത്തെ കളക്ഷനിൽ ഒരു ലാസ്റ്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത്. ഇതേപോലെ ഒരു ടീൽ ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിൽ വരുമ്പോൾ ആ ഒരു മയൂരി ഡിസൈൻ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഓരോന്നും ബോർഡറിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചുരുങ്ങുന്ന ക്വാളിറ്റി ഇല്ലാത്ത സെറിയല്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റാർച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരിയാണ് കേട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. എപ്പോഴും ട്രെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ സാരിയാണ്. ഒരിക്കലും ആ ഒരു ട്രെൻഡ് പോവാത്ത പോലത്തെ സാരിയാണ് കേട്ടോ വരുന്നത്. ഇതായാലും ആരണി ആയാലും ഒക്കെ എപ്പോഴും ട്രെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു സാരിയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരിയാണ്. പ്യുവർ കോട്ടണിലാണ് വരുന്നത്. എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരിയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക്